നമ്മുടെ പൂജമോളുടെ വ്യാജ സിവിൽ സർവീസ് പരീക്ഷാഫലം അത് റദ്ദാക്കുകയും ആജീവനാന്തം വിലക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പരിശോധിച്ച് ചെല്ലുമ്പോൾ പന്തിയല്ലെന്നുള്ള വിവരമാണ് കൂടുതൽ പുറത്തു വരുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വളരെ കൃത്യമായി പരിശോധന നടത്തുമ്പോൾ 6 പേരുടെ സർട്ടിഫിക്കറ്റുകൾ കൂടി ലെൻസിലാണെന്ന് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ 6 പേരിൽ 5 പേർ IASകാരും ഒരാൾ IRSകാരുമാണ്. ഇവരെല്ലാവരും തന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സിവിൽ സർവീസ് തരപ്പെടുത്തിയവരാണ്. ഇനി ഈ മോളെപ്പോലെ പേരും മേൽവിലാസവും മാറ്റി നിരവധി തവണ പരീക്ഷ എഴുതിയോ എന്നുള്ള കാര്യങ്ങളടക്കമൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ നടക്കുകയാണ്. ഇതിനിടയിൽ ആ മോള് കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി നിഷ്കരണം ആ ജാമ്യാപേക്ഷ തള്ളി. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരായി അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വിധേയമാവാനാണ് കോടതി പറഞ്ഞത്. കാരണം അങ്ങനെ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരായി ഇത് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇത് ഏതൊക്കെ തലം വരെ ഇത് വ്യാപിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയൂ എന്നുമാണ് അവർ എടുത്ത നിലപാട്. ഏതായാലും ഇപ്പം മോളുടെ വഴിയെ കൂടുതൽ അന്വേഷണം തുടരുമ്പോൾ കൂടുതൽ കുടുങ്ങലുകൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അറിയാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ.